ഞാൻ അങ്ങയ്ക്ക് കൊണ്ടുവന്ന് തരാം, ദേവികയെ അങ്ങ് മോചിപ്പിക്കുമോ? കാരണം ഒരു ഭർത്താവ് എന്ന് വെച്ചാൽ എന്താ, രക്ഷിക്കുന്നവെന്ന അർത്ഥം ഭർത്താവ്. അപ്പോൾ ദേവികയെ രക്ഷിക്കേണ്ടത് വസുദേവരുടെ ചുമതലയാണ്. ശരി എന്ന് പറഞ്ഞ് മോചിപ്പിച്ചു. ദേവകി യഥാകാലം ഒരു പുത്രനെ പ്രസവിച്ചു. കീർത്തിമാൻ എന്ന ഉണ്ണിക്ക് പേരിട്ടു. ആ ഉണ്ണിയെടുത്ത് നേരെ വസുദേവര് കംസന്റെ അടുത്തേക്ക് എത്തുകയാണ്. നോക്കൂ, വസുദേവരുടെ ദേവകിയുടെ മനസ്സ്, ഒരു അമ്മയുടെ മനസ്സ് എത്രയും പെടയും എന്ന് ആലോചിച്ചു നോക്കൂ. അച്ഛനായിട്ടുള്ള വസുദേവർക്കും ഇതേ സ്നേഹം തന്നെയാണേ. എന്നാലും മകനെ കംസന് കൊണ്ടുകൊടുത്തു. എന്തേ കാരണം? അനൃതാൽ അതിവിഹ്വല. വസുദേവരെ ഏറ്റവും പേടിക്കുന്നത് എന്തിനാ? അസത്യത്തിനെയാണ് പേടിക്കുന്നത്. അസത്യത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ധർമ്മത്തിൽ ഊന്നിയ ഒരു ജീവിതമാണ് വസുദേവരുടെ. അങ്ങനെയുള്ള സത്യധർമ്മ നിഷ്ഠയിൽ സന്തുഷ്ടനായിട്ടാണ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ചത്. കംസന്റെ അടുത്ത് കൊണ്ടുകൊടുത്തുവെങ്കിലും കംസൻ ആ ശിശുവിനെ കൊന്നില്ല. എട്ടാമത്തവനെ കൊണ്ടുവന്നാൽ മതി, ഇവൻ എൻ്റെ ശത്രുവല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും നാരദ മഹർഷിയുടെ വന്ന് ചേർന്നു. നാരദൻ അവിടെ വന്നു, 2 മിനിറ്റ് സംസാരിച്ചു. നാരദൻ പുറത്തേക്ക് പോയി. 2 മിനിറ്റ് ഒന്നും വേണ്ടി വന്നില്ല. നാരദൻ പുറത്തേക്ക് പോയതിൻ്റെ പിന്നാലെ കംസൻ ആളെ അയച്ചു. വസുദേവരുടെ ഉണ്ണിയും കൊണ്ടുവരാൻ പറഞ്ഞു. വസുദേവരുടെ ഉണ്ണിയും കൊണ്ടുവന്നപ്പോൾ കംസൻ ഒരു കാരുണ്യത്തിൻ്റെ ലേശം പോലും ഇല്ലാതെ കണ്ട് മുമ്പിലുള്ള കല്ലിൽ അടിച്ചുകൊണ്ട് ആ ഉണ്ണിയെ കൊന്നു. ഇങ്ങനെ ഒന്നല്ല 6 ഉണ്ണികൾ ദേവകി വസുദേവന്മാർക്കുണ്ടായി 6 പേരെയും ഈ കംസൻ കൊന്നു. ഇപ്പം ആരാ ദുഷ്ടൻ? കംസനാണോ നാരദനാണോ? ആ ചങ്ങായിയോടെ വന്നിട്ടല്ലേ ഈ പ്രശ്നം. വസുദേവരെ 1-ാമത്തെ ആയിട്ടുള്ളൂ, കൊണ്ടുപോയിക്കോളൂ കേട്ടോ, ഇവൻ എൻ്റെ മരുമകനാണേ, കംസൻ മാമാന്ന് വിളിക്കാനുള്ളവനാണേ, ഇങ്ങനെ ഞാനും എന്നെ കൊണ്ടുപോയിക്കോളൂ, ഞാൻ കൊല്ലില്ല എന്നൊക്കെ പറഞ്ഞു വേണം. ഒരു സംശയമില്ല, ചോദിക്കലും പറയലൊന്നും ഉണ്ടായില്ല. കയ്യിലങ്ങോട്ട് മേടിച്ചു, അടിച്ചങ്ങോട്ട് കൊന്നു. ആര് വന്ന് പോയപ്പോൾ? നാരദൻ വന്ന് പോയപ്പോൾ. ആരാ കുഴപ്പക്കാരൻ? നാരദൻ. നാരദന് കുഴപ്പമുണ്ടോ? നാരദൻ കുഴപ്പക്കാരനാണ്. നാരദൻ എന്താ കുഴപ്പമെന്നറിയോ? ഒറ്റ കുഴപ്പമേ ഉള്ളൂ, സത്യം മാത്രമേ പറയുള്ളൂ, വേറെ യാതൊരു കുഴപ്പമില്ല. നാരദൻ അവിടെ നിന്നിട്ട് എന്ത് പറഞ്ഞു? അങ്ങ് പണ്ട് കാലനീമി എന്നുള്ള അസുരനായിരുന്നു. പാലാഴി മഥന ശേഷമുള്ള യുദ്ധത്തിൽ അങ്ങ് മരിച്ചു. അന്ന് അങ്ങക്ക് വിഷ്ണുവിനോട് യുദ്ധം ചെയ്യണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങ് വീണ്ടും ജനിച്ചത്. ആ വിഷ്ണുവാണ് ഇന്ന് അങ്ങയുടെ മരുമകനായിട്ട് വരാൻ പോകുന്നത്, അങ്ങയെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങയെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെ സഹായിക്കാനാണ് ദേവന്മാർ അങ്ങയുടെ അച്ഛൻ്റെ വേഷത്തിലും അമ്മയുടെ വേഷത്തിലും സഹോദരിയുടെ വേഷത്തിലും സഹോദരി ഭർത്താവിൻ്റെ വേഷത്തിലൊക്കെ ഈ ലോകത്തിൽ വന്നിട്ടുള്ളത്. ഇതാണല്ലോ സത്യം. ഈ സത്യം ദുഷ്ടന്മാർക്ക് പണ്ടേ സത്യം ഇഷ്ടമല്ല. അവർക്ക് ഒറ്റ സമയത്ത് മാത്രമേ ഈ സത്യം ഉള്ളൂ. എപ്പോഴാണ്? പ്രതിജ്ഞാ സമയത്ത് മാത്രമേ സത്യമുള്ളൂ. പിന്നെ ഒന്നൊരു സത്യം എന്നുള്ളതില്ല അവർക്ക്. അങ്ങനെയാണ്. ഇങ്ങനെ 6 ഉണ്ണികളെയും കംസൻ നിഗ്രഹിക്കുക കഴിഞ്ഞു. തൻ്റെ അച്ഛനമ്മമാരെ പിടിച്ച് ജയിലിലിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? കംസന്റെ കുറെ കൂട്ടുകാരുണ്ട്. പ്രളംബകജാനോര തൃണാവർത്ത മഹാശന മുഷ്ടികാരുഷ്ടദിവന പൂതന കേശിധേനുകന്മാരാകുന്ന തനിക്ക് പറ്റിയ ആളുകളെ ഓരോരോ വകുപ്പുകളിൽ നിശ്ചയിച്ചു.